നടിയെ ആക്രമിച്ച കേസിൽ 6 പേരുടെ അതായത് 1 മുതൽ 6 വരെയുള്ള പ്രതികളുടെ ശിക്ഷാവിധി പറയാൻ പോവുകയാണ്. എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി. KM ഉമേഷ് കൊച്ചിയിൽ നിന്ന് ചേരുന്നുണ്ട് കോടതി പരിസരത്തു നിന്നും. ഉമേഷ്, പ്രതികളെയെല്ലാം അല്പസമയത്തിനകം തന്നെ കോടതിയിലേക്ക് എത്തിക്കും. അതിനുശേഷമുള്ള ആദ്യത്തെ നടപടി എന്ന് പറയുന്നത് ശിക്ഷയിന്മേലുള്ള വാദമായിരിക്കും. 1 മുതൽ 6 വരെ പ്രതികളുള്ളൂ. അപ്പോൾ അതിനാൽ തന്നെ ഈ വാദം വളരെ ചുരുങ്ങിയ ഏകദേശം 1 മണിക്കൂറുകൾ കൊണ്ട് തന്നെ പൂർത്തിയാക്കാൻ പറ്റുന്ന വാദമായിരിക്കും. ശിക്ഷയിൽ ഇളവ് വേണമെന്ന് തന്നെയായിരിക്കും പ്രതികൾക്ക് വാദിക്കാനുണ്ടാകുക. ശിക്ഷാവിധി നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഏത് തരത്തിലുള്ള ശിക്ഷയായിരിക്കും ഈ 6 പേർക്കും ലഭിക്കുക എന്നറിയേണ്ടതുണ്ട്. ഒപ്പം വിധി പകർപ്പും പുറത്തു വരേണ്ടതുണ്ട്. വിനിഷ, എന്താണ് ഇവർക്കുള്ള ശിക്ഷ എന്നുള്ളത് തന്നെയാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. ഈ 6 പ്രതികളും, അതായത് നടിയെ ആക്രമിച്ച കേസിൽ ആ കുറ്റകൃത്യത്തിൽ നേരിട്ട് പങ്കെടുത്ത 6 പേരും കുറ്റക്കാരാണ് എന്ന് കഴിഞ്ഞ 8-ാം തീയതി എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി കണ്ടെത്തിയിരുന്നു. ഈ 6 പേർക്കെതിരെ ചുമത്തിയ എല്ലാ വകുപ്പുകളും നിലനിൽക്കും എന്നും കോടതി കണ്ടെത്തുകയുണ്ടായി. ഇവർക്കെതിരെ ചുമത്തിയ വകുപ്പുകൾ ഈ കൂട്ടബലാത്സംഗ കുറ്റം അടക്കം ഇവർക്കെതിരെ ചുമത്തിയിട്ടുണ്ട്. അതായത് 376D. അതുകൂടാതെ മറ്റ് നിരവധി വകുപ്പുകൾ, പ്രേരണ കുറ്റം ഉൾപ്പെടെയുണ്ട്, തെളിവ് നശിപ്പിക്കൽ കുറ്റമുണ്ട്, സ്ത്രീത്വത്തെ അപമാനിക്കൽ, തടഞ്ഞു വയ്ക്കൽ അടക്കം നിരവധി വകുപ്പുകൾ പ്രകാരം ഉള്ള കുറ്റങ്ങളാണ് ഇവർക്കെതിരെ ചുമത്തിയത്. അതെല്ലാം നിലനിൽക്കും എന്ന് കോടതി കണ്ടെത്തിയ സാഹചര്യത്തിൽ ഇവർക്ക് പരമാവധി ശിക്ഷയായ ജീവപര്യന്തം തന്നെ നൽകണം എന്നായിരിക്കും പ്രോസിക്യൂഷൻ വാദിക്കുക. ഇതിൽ ഈ 376D എന്ന് പറയുന്നത് കുറഞ്ഞത് 20 വർഷം തടവാണ്. ആ വകുപ്പുകൾ പ്രകാരം കുറ്റത്തിന് വിവക്ഷിക്കുന്നത് 20 വർഷം, കുറഞ്ഞത് 20 വർഷത്തെ തടവാണ്. പരമാവധി ശിക്ഷയാണ് ജീവപര്യന്തം എന്നുള്ളത്. അപ്പോൾ പ്രതികൾ ചെയ്തത് അതിക്രൂരകൃത്യമാണെന്നും അതിനാൽ പരമാവധി ശിക്ഷ തന്നെ നൽകണം എന്നും പ്രോസിക്യൂഷൻ വാദിക്കും. എന്നാൽ സ്വാഭാവികമായും പ്രതിഭാഗം ഇതിൽ ഇളവ് തേടുകയാണ് ഉണ്ടാവുക. ശിക്ഷ പരമാവധി കുറയ്ക്കണം എന്ന് പ്രതിഭാഗവും ആവശ്യപ്പെടും. ഈ മുഴുവൻ പ്രതികളെയും അല്പസമയത്തിനകം തന്നെ ഈ പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിലേക്ക് എത്തിക്കും. അതിനുള്ള തയ്യാറെടുപ്പുകൾ ഇവിടെ പോലീസ് സുരക്ഷയടക്കം ഈ പ്രിൻസിപ്പൽ സെഷൻസ് കോടതിക്ക് മുമ്പാകെ ഒരുക്കിയിട്ടുണ്ട്. ഇവരെ പാർപ്പിച്ചിരുന്നത് തൃശ്ശൂർ വിയ്യൂർ സെൻട്രൽ ജയിലിലാണ് ഈ പ്രതികളെ 6 പേരെയും പാർപ്പിച്ചിരുന്നത്. അവിടെ നിന്ന് രാവിലെ 8 മണി കഴിഞ്ഞപ്പോൾ തന്നെ പ്രതികളെ അവിടെ നിന്ന് ഇറക്കി എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അധികം വൈകാതെ തന്നെ ഈ 6 പേരെയും, പൾസർ സുനി, മാർട്ടിൻ, വിജീഷ്, മണികണ്ഠൻ, സലീം, പ്രദീപ്, ഈ 6 പ്രതികളെയും അധികം വൈകാതെ തന്നെ ഈ പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിലേക്ക് എത്തിക്കും എന്നാണ് മനസ്സിലാക്കുന്നത്. അവിടെ എത്തിച്ചാൽ 11 മണിയോടെ 6 പേരെയും കോടതിയിൽ ഹാജരാക്കും. അതിനുശേഷം കോടതി നടപടി തുടങ്ങും. ഈ കോടതി നടപടി തുടങ്ങിയാൽ ആദ്യ ഘട്ടം എന്ന് പറയുന്നത് ഇവർക്ക് പറയാനുള്ളത് കേൾക്കുക എന്നുള്ളതാണ്. അതായത് ഈ വകുപ്പുകൾ പ്രകാരം ഇവർ കുറ്റം ചെയ്തിട്ടുണ്ടെന്ന് കോടതിക്ക് ബോധ്യപ്പെട്ട അടിസ്ഥാനത്തിൽ ഇവർക്കുള്ള ശിക്ഷ പ്രഖ്യാപിക്കുകയാണ്. അതിനു മുൻപായി എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത് എന്ന് 6 പ്രതികളോടും കോടതി ചോദിക്കും. ഓരോരുത്തർക്കും പറയാനുള്ളത് പ്രത്യേകം കേട്ട ശേഷം ഇരു വിഭാഗത്തിൻ്റെയും വാദം കേൾക്കും എന്നാണ് മനസ്സിലാക്കുന്നത്. അതായത് പ്രോസിക്യൂഷൻ്റെ വാദം കേൾക്കും. ഈ 6 പേർക്കും പരമാവധി ശിക്ഷ വേണമെന്ന വാദം പ്രോസിക്യൂഷൻ മുന്നോട്ട് വയ്ക്കും. സ്വാഭാവികമായിട്ടും ശിക്ഷയിൽ ഇളവ് ആവശ്യപ്പെട്ടുകൊണ്ട് ഈ 6 പ്രതികളുടെയും അഭിഭാഷകർ പ്രത്യേകം വാദിക്കും എന്നാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെ വാദം പൂർത്തിയായാൽ പിന്നീട് ശിക്ഷാ പ്രഖ്യാപനമാണ്. അത് കോടതിയാണ് തീരുമാനിക്കേണ്ടത്. ഈ വാദങ്ങൾ കണക്കിലെടുത്ത് ഇവർക്ക് ശിക്ഷ കുറയ്ക്കണോ അതോ പരമാവധി ശിക്ഷ നൽകണോ എന്നുള്ള കാര്യം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി പറയും. അത് ഈ പറഞ്ഞതുപോലെ ആദ്യ 1 മണിക്കൂറിനകം വാദം കേട്ട് അധികം വൈകാതെ തന്നെ ശിക്ഷ പ്രഖ്യാപിക്കുമോ എന്നുള്ളത് പറയാൻ കഴിയില്ല. പക്ഷേ വാദം കേട്ട ശേഷം ഉച്ചയ്ക്ക് ശേഷമായിരിക്കാം ശിക്ഷാ പ്രഖ്യാപനത്തിലേക്ക് പോവുക. അതല്ലെങ്കിൽ മറ്റൊരു ദിവസമായിരിക്കും ഈ ശിക്ഷ കോടതി പ്രഖ്യാപിക്കുക. പക്ഷേ ഒരു കാര്യമുള്ളത്, ഈ ശിക്ഷ പ്രഖ്യാപനത്തിന് ശേഷം മാത്രമേ ഈ വിധിയുടെ പൂർണ്ണരൂപം പുറത്തു വരികയുള്ളൂ. ശിക്ഷ പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ മാത്രമേ വിധിയുടെ പൂർണ്ണരൂപം പുറത്തു വരികയുള്ളൂ. അങ്ങനെ പൂർണ്ണരൂപം വന്നാൽ മാത്രമേ എന്തുകൊണ്ടാണ് മറ്റ് പ്രതികളെ വെറുതെ വിട്ടത് എന്നടക്കമുള്ള കാര്യങ്ങളിൽ ഒരു വ്യക്തത വരൂ. ഈ 8-ാം പ്രതി ദിലീപ് അടക്കമുള്ളവർക്കെതിരെ ചുമത്തിയ കുറ്റങ്ങൾ നിലനിൽക്കില്ല. തെളിവുകളുടെ അഭാവത്തിൽ ഇവരെ 4 പേരെയാണ് വെറുതെ വിട്ടത്. അതെന്തൊക്കെ സാഹചര്യത്തിലാണ് എന്നുള്ളത് ഈ വിധിയുടെ പൂർണ്ണരൂപം വന്നെങ്കിൽ മാത്രമേ മനസ്സിലാവുകയുള്ളൂ. അതിന് ശിക്ഷാ പ്രഖ്യാപനം പൂർത്തിയാകണം. ഇന്ന് ശിക്ഷ പ്രഖ്യാപിച്ചാൽ ഇന്ന് തന്നെ വിധിയുടെ പൂർണ്ണരൂപം ഇന്ന് വൈകിട്ടോടെ പുറത്തു വരും. അങ്ങനെ പുറത്തു വന്നാലായിരിക്കും, അതിനുശേഷമായിരിക്കും സർക്കാർ ഈ വെറുതെ വിട്ട പ്രതികൾക്ക് അവരെ കൂടി ശിക്ഷിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് അല്ലെങ്കിൽ ഈ വിചാരണ കോടതി ഉത്തരവിനെതിരെ അപ്പീൽ പോകുന്നത് അതിനുശേഷം മാത്രമായിരിക്കും. എന്തായാലും 11 മണിക്ക് തന്നെ നടപടികൾ ആരംഭിക്കും. മുഴുവൻ പ്രതികളെയും അധികം വൈകാതെ തന്നെ ഈ പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിലേക്ക് എത്തിക്കും. അതിനുശേഷം ശിക്ഷ പ്രഖ്യാപിക്കുന്നതിന് മുൻപായുള്ള വാദങ്ങൾക്കും പിന്നീട് ശിക്ഷാ പ്രഖ്യാപനം എന്നുള്ള നിലയിൽ തന്നെയാണ് ഇന്നത്തെ നടപടികൾ ഉണ്ടാവുക. വിനീഷ, ജീവപര്യന്തം വരെ ശിക്ഷ ലഭിച്ചേക്കാവുന്ന വകുപ്പുകളാണ് ഇപ്പോൾ
ചുമത്തപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ പരമാവധി ശിക്ഷ എന്ന് പറയുന്നത് ജീവപര്യന്തം തടവായിരിക്കും. പൾസർ സുനി അടക്കമുള്ള പൾസർ സുനിയുടെ പ്രത്യേകിച്ച് പൾസർ സുനിയുടെ ശിക്ഷ എന്തായിരിക്കും എന്ന് തന്നെയാണ് നമ്മളെല്ലാവരും ഉറ്റുനോക്കുന്നത്. കാരണം ഒരിക്കലും ഒരാളോടും ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള കാര്യങ്ങളൊക്കെയാണ് പൾസർ സുനി ചെയ്തു കൂട്ടിയിട്ടുള്ളത്. ഇതിനോടകം തന്നെ തെളിഞ്ഞതാണ്. പ്രതിഭാഗം അഭിഭാഷകരോടൊക്കെ സംസാരിച്ചു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അവരുടെയൊക്കെ ഒരു വാദം എങ്ങനെയാണ് ഉമേഷ്? സ്വാഭാവികമായും പ്രതിഭാഗം അഭിഭാഷകർ ഇപ്പോഴും അവരും അവരുടെ അപ്പീൽ പോകാനുള്ള സാധ്യതകളെക്കുറിച്ചാണ് അവർ അന്വേഷിക്കുന്നത്. കാരണം പൾസർ സുനിയുടെ അഭിഭാഷകനായി അടക്കം സംസാരിക്കുകയുണ്ടായി. സുനി കുറ്റം ചെയ്തിട്ടില്ല എന്ന വാദം സ്വാഭാവികമായും അവർ മുന്നോട്ട് വയ്ക്കും. അപ്പോൾ ഇപ്പോഴത്തെ വിചാരണ കോടതിയുടെ കണ്ടെത്തലിനെതിരെ മേൽക്കോടതിയെ സമീപിക്കാനാണ് അവർ പോവുക. ഇനി വരും ദിവസങ്ങളിൽ അതിനായിരിക്കും ശ്രമിക്കുക. പക്ഷേ ഇപ്പോൾ ഈ ഘട്ടത്തിൽ ചെയ്യുന്നത് വിചാരണ കോടതിയിൽ ഇന്ന് ഏതായാലും കുറ്റക്കാരാണെന്ന് കണ്ടെത്തി ഇനി അവർക്കുള്ള ശിക്ഷ പ്രഖ്യാപിക്കുകയാണ്. അപ്പോൾ എത്രയും കുറഞ്ഞ ശിക്ഷ നൽകണം എന്നായിരിക്കും ഈ പ്രതിഭാഗം അഭിഭാഷകർ ഇന്ന് വാദിക്കുക. അതിനുശേഷം ഇന്നത്തെ നടപടികൾ പൂർത്തിയായാൽ അല്ലെങ്കിൽ ശിക്ഷാ പ്രഖ്യാപനം പൂർത്തിയായാൽ പിന്നീടായിരിക്കും അതിൻ്റെ പൂർണ്ണ വിധിയുടെ പകർപ്പടക്കം കിട്ടിയ ശേഷമായിരിക്കും സർക്കാരാണെങ്കിലും പ്രതിഭാഗമാണെങ്കിലും മേൽക്കോടതിയെ സമീപിക്കുക. സർക്കാർ സ്വാഭാവികമായിട്ടും ഈ വെറുതെ വിട്ടവരെ കൂടി ശിക്ഷിക്കണം, അല്ലെങ്കിൽ അവരെ കൂടി കുറ്റക്കാരായി അവരുടെ അതുമായി ബന്ധപ്പെട്ട തെളിവുകളടക്കം ഹാജരാക്കുകയായിരിക്കും പ്രോസിക്യൂഷൻ ചെയ്യുക. അവർക്ക് കൂടി ശിക്ഷ വാങ്ങിച്ചു കൊടുക്കാനുള്ള നടപടികൾ അതായിരിക്കും അപ്പീലിലൂടെ സർക്കാർ ചെയ്യുക. പക്ഷേ പ്രതിഭാഗം സ്വാഭാവികമായിട്ടും അവർ കുറ്റമുക്തരാക്കണം അല്ലെങ്കിൽ വിചാരണ കോടതി വിധി റദ്ദാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് അവരും കോടതിയെ സമീപിക്കും. ഏതായാലും ഇന്നിപ്പോൾ ഇവരുടെ ശിക്ഷാ പ്രഖ്യാപനം ഉണ്ടാകുമോ എന്നുള്ളതാണ് ഉറ്റുനോക്കുന്നത്. ഇപ്പോൾ പൾസർ സുനിയുടെ അടക്കം അഭിഭാഷകൻ പറയുന്നത് ഒരുപക്ഷെ ശിക്ഷ ഈ വാദം കേട്ട ശേഷം ഇന്ന് തന്നെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. ഏതായാലും അത് കോടതിയാണ് തീരുമാനിക്കുന്നത്. വരും മണിക്കൂറുകളിൽ ഈ നടപടികൾ തുടങ്ങി ഏതാണ്ട് ഒരു മണിക്കൂറിനുള്ളിൽ തന്നെ ഇന്ന് ശിക്ഷാ പ്രഖ്യാപനം ഉണ്ടാകുമോ ഇല്ലയോ എന്നറിയാൻ കഴിയും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. വിനീഷ, നേരത്തെ തന്നെ ഈ കാര്യത്തിൽ പൾസർ സുനി ജയിലിലായിരുന്നു. ഏകദേശം ആ കാലയളവ് ഒഴിവാക്കിക്കൊണ്ടായിരിക്കും ഇനി വരുന്ന ശിക്ഷാ കാലയളവല്ലേ? അതും കോടതിയാണ് തീരുമാനിക്കേണ്ടത്. അതായത് ഇവർക്ക് ഒരുപക്ഷെ ജീവപര്യന്തം ശിക്ഷ വിധിച്ചാൽ എന്താണ്, എത്ര കാലം അവർ ജയിലിൽ കിടക്കണം തുടങ്ങിയ കാര്യങ്ങളൊക്കെ കോടതിയാണ് തീരുമാനിക്കേണ്ടത്. ഈ പ്രതികളുടെ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ കാലം ജയിലിൽ കിടന്നിരിക്കുന്നത് പൾസർ സുനി തന്നെയാണ്. കാരണം കുറ്റകൃത്യം നടന്ന് 7 വർഷത്തിലധികം സുനി ജയിലിൽ തന്നെയായിരുന്നു. കഴിഞ്ഞ വർഷം സെപ്റ്റംബറിലാണ് സുനിക്ക് ഈ ജാമ്യം കിട്ടുന്നത് 2024. അപ്പോൾ അതുവരെയും സുനി ജയിലിൽ തന്നെയായിരുന്നു. ആ ജയിലിൽ കിടന്ന കാലയളവ് ഒഴിച്ച് ബാക്കി ശിക്ഷ അനുഭവിച്ചാൽ മതി എന്നുള്ളതാണോ കോടതിയുടെ തീരുമാനം എന്നൊക്കെ കോടതി തന്നെയാണ് പറയേണ്ടത്. അത് ഉത്തരവിലൂടെ കോടതി വ്യക്തമാക്കും. മറ്റ് പ്രതികൾക്ക് എല്ലാവർക്കും പല സമയത്തായിട്ട് പലർക്കും ജാമ്യം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇവരെല്ലാം ജയിലിൽ കിടന്ന കാലയളവ് കഴിച്ചുകൊണ്ടുള്ള ശിക്ഷയാണോ അനുഭവിക്കേണ്ടി വരിക തുടങ്ങിയൊക്കെ ഉത്തരവ് വന്ന ശേഷം മാത്രമേ അക്കാര്യത്തിൽ വ്യക്തത വരികയുള്ളൂ. പക്ഷേ എല്ലാവരും ചെയ്തത് ഒരേ കുറ്റകൃത്യം, ആ കൂട്ടബലാത്സംഗ കുറ്റമടക്കം എല്ലാവർക്കും ഒരേപോലെ കോടതി ചുമത്തിയിട്ടുണ്ട്. കോടതി അത് കണ്ടെത്തിയിട്ടുണ്ട്. പൾസർ സുനിക്ക് മാത്രമായി അധികം വരുന്ന കുറ്റം എന്ന് പറയുന്നത് IT ആക്ട് പ്രകാരമുള്ള കുറ്റമാണ്. അതായത് അപകീർത്തികരമായ ദൃശ്യങ്ങൾ പകർത്തി പ്രചരിപ്പിച്ചു എന്നുള്ളതാണ്. അതൊഴിച്ച് ബാക്കി എല്ലാ വകുപ്പുകളും എല്ലാ പ്രതികൾക്കും ബാധകമാണ്. അതുകൊണ്ട് എല്ലാവർക്കും ജീവപര്യന്തം വേണമെന്ന് തന്നെയായിരിക്കും പ്രോസിക്യൂഷൻ വാദിക്കുക. എന്നാൽ ശിക്ഷാ ഇളവ് പ്രതിഭാഗവും വാദിക്കും. കോടതി അന്തിമമായൊരു തീരുമാനം എടുക്കും. വിനിഷ, ശരി ഉമേഷ്.